വെൽക്കം ബാക്ക് ടു ടോക്സ്. കാരണം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിലെ തന്നെ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യലും മോസ്റ്റ് ഡിബേറ്റഡുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഹിന്ദുസ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഹിന്ദി, ഓക്കെ. മുസ്ലിംസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഉറുദു. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഹിന്ദിയിൽ ദേവനാഗരി സ്ക്രിപ്റ്റ്. അതെ, ഇതിനൊരു സുപ്രീമസി എന്ന രീതിയിൽ കാണണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ എക്സ്ട്രാ ഒരു ലാംഗ്വേജ് പഠിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ എന്താ പറയാ, കമലഹാസൻ തന്നെ പറയുന്നുണ്ട് ഹിന്ദി ഈസ് എ ഡയപ്പർ ബേബി കമ്പയർഡ് ടു തമിഴ് എന്ന്. Welcome back to iTalks. Hindi is a national language, or is it an official language? There's a myth going around that Hindi is a national language. So let's bust that myth today with our two faculties, Mr. Subin and Mr. Nakul. So Subin, Hindi is a national language. എന്താണ് ഇതിൻ്റെ പുറകിൽ? അത് നാഷണൽ ലാംഗ്വേജ് ആണോ അതൊരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണോ? അസ് ഓഫ് ദ ലീഗൽ സിറ്റുവേഷൻ റൈറ്റ് നൗ, ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഹിന്ദി ഈസ് നോട്ട് എ നാഷണൽ ലാംഗ്വേജ് ആൻഡ് ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എ നാഷണൽ ലാംഗ്വേജ് യെറ്റ്. ഈ ഹിന്ദി എന്ന് പറയുന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ ആണ്. അതായത് യൂണിയന് സ്റ്റേറ്റ്സുമായിട്ട് സംസാരിക്കുമ്പോഴേക്കും ഹിന്ദി ഉപയോഗിക്കാം. അതുപോലെ തന്നെ പാർലമെന്ററി പ്രൊസീഡിങ്സിൽ ഹിന്ദി ഉപയോഗിക്കാം. അങ്ങനെ ഹിന്ദി എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ മാത്രമാണ്. ഹിന്ദി അലോങ് വിത്ത് ഇംഗ്ലീഷ്, സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഹിന്ദിയിൽ ദേവനാഗരി സ്ക്രിപ്റ്റ് എന്ന് സ്പെസിഫിക് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നുണ്ട്. ഹിന്ദിയിൽ ദേവനാഗരി സ്ക്രിപ്റ്റ് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇംഗ്ലീഷും അതിൻ്റെയോടുകൂടി സ്റ്റേറ്റ്സിനുമായിട്ട് സംസാരിക്കാനൊക്കെ യൂണിയന് യൂസ് ചെയ്യാവുന്ന ഒരു ലാംഗ്വേജ് ആണ്. സോ അപ്പം ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടൂളും മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ മാത്രമായിട്ടാണ് അത് ഇതായിട്ട് കണക്കിലെടുത്തത്. അതെ, അതൊരു യൂട്ടിലിറ്റി ബേസിസിൽ മാത്രമാണ് ഇപ്പോഴും ഹിന്ദി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നകുൽ, ഇത് എന്താണ് ഇവിടെ ഒരു ഉദ്ദേശിക്കുന്നത്? ലൈക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. ഇപ്പം നമ്മൾ പാർലമെന്റിലാണെങ്കിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യാം, ഹിന്ദി യൂസ് ചെയ്യാം. അപ്പം ഇതിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഹിന്ദി അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അഡോപ്റ്റ് ചെയ്തത്, എന്തുകൊണ്ട് രണ്ട് ലാംഗ്വേജസ് വന്നു എന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിലേക്ക് പോകണം. കാരണം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിലെ തന്നെ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യലും മോസ്റ്റ് ഡിബേറ്റഡുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഹിന്ദി വെസസ് അതർ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. സോ ഇതില് നമ്മൾ എപ്പോഴും പറയുന്നത് ഹിന്ദി എന്ന് പറയും. ശരിക്കും അത് ഹിന്ദി അല്ല, ഇറ്റ് ഇസ് ഹിന്ദുസ്ഥാനി ലാംഗ്വേജ്. ഹിന്ദുസ്ഥാനി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി പ്ലസ് ഉറുദു, ഹിന്ദിയുടെയും ഉറുദുവിന്റെ ഒരു മിക്സ് ആണ്. കാരണം ഹിന്ദുസ്ഥാനി ലാംഗ്വേജിലേക്ക് എന്തുകൊണ്ടാണ് വന്നത്? ലൈക്ക് മഹാത്മാഗാന്ധി അങ്ങനെയുള്ള ലീഡേഴ്സിനാണ്. എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഹിന്ദുസ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഹിന്ദി, ഓക്കെ. മുസ്ലിംസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഉറുദു. അപ്പം ഇതിന്റെ രണ്ടൊരു മിക്സ് ആണ്. ബിക്കോസ് പണ്ട് ഇന്ത്യയിൽ ഇവർ രണ്ടുപേരായിരുന്നല്ലോ മേജർ. ഇത് രണ്ടിനും മിക്സ് ചെയ്തുള്ള ഒരു ലാംഗ്വേജ് ആണ് ഹിന്ദുസ്ഥാനി. സോ ഈ ഹിന്ദുസ്ഥാനി ലാംഗ്വേജ് വേണം എന്നുള്ള ഒരു പക്ഷവും ഹിന്ദുസ്ഥാനി ലാംഗ്വേജ് വേണ്ട എന്ന് പറഞ്ഞ ഒരു പക്ഷം ഉണ്ടായിരുന്നു. സോ ഈ രണ്ട് പക്ഷങ്ങളും ഹെഡ് ചെയ്തിരുന്നത് ഹിന്ദി വേണം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി വേണം എന്ന് പറഞ്ഞിരുന്നത് R.V. ധുലങ്കർ എന്ന് പറയുന്ന ഒരു യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് ആണ്. അതേപോലെ തന്നെ ഇത് വേണ്ട എന്ന് പറഞ്ഞത് T.A. രാമലിംഗം ചെട്ടിയാർ എന്ന് പറഞ്ഞ് സൗത്തിൽ നിന്നുള്ള ഒരു റെപ്രസെന്റേറ്റീവ്. സോ ധുലങ്കർ വാസ് ഔട്ട്റൈറ്റ്ലി സപ്പോർട്ടിങ് ഹിന്ദുസ്ഥാനി ആൻഡ് ധുലങ്കർ വാസ് ലൈക്ക് മോർ ഫിറോഷ്യസ്. കാരണം ധുലങ്കറിന്റെ ഒരു കോട്ട് ഞാൻ ഇവിടെ കോട്ട് ചെയ്യാണ്: പീപ്പിൾ ഹു ഡു നോട്ട് നോ ഹിന്ദുസ്ഥാനി ഹാവ് നോ റൈറ്റ് ടു സ്റ്റേ ഇൻ ഇന്ത്യ. People who are present in this house to fashion a constitution for India and do not know Hindustani are not worthy to be members of this assembly. So ഇങ്ങനെ ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞ ഒരാളാണ്. സോ ഈ ഒരു ഏകദേശം നമ്മുടെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന ഒരു ഐഡിയ ആണ്. ആക്ച്വലി പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞില്ല, അതുവരെ എത്തി. അതെ, ബാക്കി അങ്ങോട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനത്തെ ഒരു ഭയങ്കര ഫിറോഷ്യസ് ആയിട്ട്, കാരണം ആദ്യം മുതലേ അവസാനം വരെ ഈ ഒരു ടോപ്പിക്കിലായിരുന്നു ഡിഫറൻസസ് വന്നുകൊണ്ടിരുന്നത്. ബാക്കി എല്ലാം ഇപ്പൊ അംബേദ്കർ ഡ്രാഫ്റ്റ് ചെയ്ത സമയത്ത് ബാക്കി എല്ലാത്തിലും നമുക്കൊരു കൺസെൻസസ് എങ്ങനെയെങ്കിലും ഒക്കെ എത്തിക്കാൻ പറ്റി, ഇതിലെത്തിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ടു ലീഡേഴ്സ് K.M. മുൻഷി ആൻഡ് ഗോപാലസ്വാമി അയ്യങ്കാർ. സോ ഇവർ രണ്ടുപേരും ഒരു എന്താ പറയുക ഒരു ഫോർമുല കൊണ്ടുവന്നു. നമ്മുടെ CR ഫോർമുല ഒക്കെ പോലെ തന്നെ ഒരു ഫോർമുല കൊണ്ടുവന്നു. സോ മുൻഷി അയ്യങ്കാർ ഫോർമുല എന്നാണ് ഇതിനെ പറയുന്നത്. സോ ഇത് പ്രകാരമാണ് നമുക്ക് രണ്ടെണ്ണം അഡോപ്റ്റ് ചെയ്യാം, ഓക്കെ. കാരണം
ലൈക്ക് അപ്പോഴാണ് ആർട്ടിക്കിൾ 343 നമുക്ക് ആഡ് ചെയ്തത്. സോ ആർട്ടിക്കിൾ 343 പ്രകാരം ഹിന്ദി വിൽ ബി ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഓക്കെ, ഹിന്ദി വിൽ ബി ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ്. ഓക്കെ, യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ്. ആൻഡ് ഇംഗ്ലീഷ് വാസ് ഓൾസോ ആഡഡ് ആസ് എൻ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇംഗ്ലീഷും ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആഡ് ചെയ്തു ഫോർ 15 years. ഓക്കെ, 15 yearsലേക്ക് ആഡ് ചെയ്തു. ആൻഡ് ദി പാർലമെന്റ് മസ്റ്റ് വർക്ക് ഓൺ, or the people like government must work on the എന്താ പറയാ ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദി എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പം സുബിൻ എന്താണ് ഈ നമ്മുടെ ഈ ഒരു 15 years എന്ന് പറഞ്ഞിട്ടുള്ള ഇത്? നമുക്ക് അന്നേരം രണ്ട് മേജർ ലീഡേഴ്സിനെ നമ്മൾ ഇപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു, സെക്കൻഡ് വൺ ബീങ് ദ ലാൽ ബഹദൂർ ശാസ്ത്രി, നമ്മുടെ LBS. അപ്പോൾ 1964 വരെ നെഹ്റു ഉണ്ടായിരുന്നു. നെഹ്റു ട്രൈ ടു ഇൻകൾക്കേറ്റ് ഹിന്ദി ഇൻ ടു ദ മൈൻഡ്സ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ ഇന്ത്യ. അപ്പം ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് കുറച്ചധികം രണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻസിനെ വെക്കുന്നുണ്ട്. കമ്മിറ്റി റെഗുലറായിട്ട് കൂടുന്നുണ്ട്. കമ്മിറ്റി ഓൺ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് റെഗുലറായിട്ട് കൂടുന്നുണ്ട്. അതുകൂടാതെ ഹിന്ദി സ്റ്റെനോഗ്രഫി, അങ്ങനെ ഒത്തിരി മെഷേഴ്സ് നെഹ്റുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഈ 1965 ജനുവരി 26 എന്ന് പറഞ്ഞ ഒരു കട്ട് ഓഫ് ഡേറ്റ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം അതൊരു സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റേറ്റ്സ്, അതായത് നോൺ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റിലെ ആൾക്കാർക്ക് ഒരു സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി ഒരു പോയിന്റിൽ ഇറപ്റ്റായി. അത് വീണ്ടും ആന്റി ഹിന്ദി എജിറ്റേഷൻസ് എന്ന് പറഞ്ഞ് സൗത്ത് ഇന്ത്യയിൽ, അതായത് പർട്ടിക്കുലർലി തമിഴ്നാട്ടിൽ അത് സ്റ്റാർട്ടായി. പർട്ടിക്കുലർലി തമിഴ്നാട്ടിൽ സ്റ്റാർട്ടായ ആന്റി ഹിന്ദി എജിറ്റേഷൻസ് പലപ്പോഴും വയലന്റ് ക്ലാഷസ് ആയി മാറി. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഗുൽസാർലാൽ നന്ദയായിരുന്നു നെഹ്റു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒഫീഷ്യൽ ലാംഗ്വേജിന്റെ പോളിസി മുമ്പോട്ടെടുത്ത്. ഈവൻ ദോ ലാൽ ബഹദൂർ ശാസ്ത്രി വാസ് പ്രൈം മിനിസ്റ്റർ, ഗുൽസാർലാൽ നന്ദ വാസ് ചാമ്പ്യൻ ഓഫ് ദിസ് കോസ്. അതെ, ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ഗുൽസാർലാൽ നന്ദ. ലൈക്ക് ഒരു പ്രോ ഹിന്ദി ആളായിരുന്നു. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനെ ഒരിക്കലും തമിഴ്നാട് അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് അന്ന് ഹിന്ദി അജിറ്റേഷൻ, ആന്റി ഹിന്ദി അജിറ്റേഷൻസിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. തമിഴ്നാട്ടുകാരാണ് എപ്പോഴും ചാമ്പ്യൻ ഓഫ് ദ, എപ്പോഴും അങ്ങനെയാണ് ചാമ്പ്യൻ ഓഫ് ദ. അതെ, കാരണം ലൈക്ക് ഒരു ദ്രവീഡിയൻ, എന്താ പറയാ, ഒരു ദ്രവീഡിയൻ ആര്യൻ ആ ഒരു ഇതുണ്ട്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് പീപ്പിൾ ഓഫ് തമിഴ്നാട് ഹാസ് റൈസൺ അപ്പ് അഗൈൻസ്റ്റ് ദാറ്റ് കോസ്. ആൻഡ് ഒബ്വിയസ്ലി ഇതിന്റെ ഒക്കെ അവസാനം 1965 ഇംഗ്ലീഷ് കണ്ടിന്യൂ ടു ബി യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് ദ യൂണിയൻസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് അത് ഇന്ത്യ ഒരു വിർച്വൽ ബൈലിംഗ്വലിസത്തിലേക്ക് പോയി. ആ ഒരു ഫാക്ടർ കഴിയുമ്പോൾ 1965 കഴിഞ്ഞപ്പോൾ. അതെ, മേ ബി അത് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ആ ഒരു എന്താ പറയാ അജിറ്റേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ലൈക്ക് കോൺഗ്രസിന്റെ ഫോൾ ആയിരുന്നു, എസ്പെഷ്യലി തമിഴ്നാട്ടില് അതുവരെ ലൈക്ക് പ്രോമിനന്റ് ആയിട്ട് നിന്ന മദ്രാസ് പ്രോവിൻസിൽ പ്രോമിനന്റ് ആയിട്ട് നിന്ന കോൺഗ്രസ് മിനിസ്ട്രി താഴെ വീഴുന്നു. അത് കഴിഞ്ഞ് ലൈക്ക് ദ്രാവിഡ മുന്നേറ്റ കഴകം DMK വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ DMKയുടെ സ്പ്ലിറ്റ് ഉണ്ടാവുന്നു. പിന്നെ അങ്ങോട്ട് കോൺഗ്രസിന് ഒരു റിവൈവൽ ഉണ്ടായിട്ടില്ല തമിഴ്നാട്ടില്. ഹിന്ദിയാണ് ഇതിൽ മെയിൻ വില്ലനായിട്ട് വന്നത്. അതെ, തീർച്ചയായും ഹിന്ദിയാണ്. ലൈക്ക് കാരണം ഇപ്പോഴും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ കർണാടകയുടെ ഇഷ്യൂ കണ്ടതാണ്. സി അവിടെ ഹിന്ദിയുമല്ല, എനിത്തിങ് അതർ ദാൻ കന്നഡ എന്നുള്ളതാണല്ലോ അവിടുത്തേത്. അപ്പം ഈ ഒരു സംഭവം, കാരണം ഹിന്ദിന് മോർ ആസ് എ ലൈക്ക് ലാംഗ്വേജിനെക്കാളും അപ്പുറം ഒരു എന്താ പറയാ ഇമ്പോസിഷൻ, സുപ്രീമസി എന്നാണ് ആൾക്കാർ കാണുന്നത്. ശരിക്കും അതൊരു ഇമ്പോസിഷൻ ആയിട്ടാണ് അവിടെ വരുന്നത്. കാരണം ശരിക്കും അതിനൊരു ഇമ്പോസിഷൻ ആയിട്ട് കാണണം എന്ന് ഞാനത് ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? ബിക്കോസ് മോർ ദാൻ നമ്മുടെ ഒരു ഇമ്പീരിയലിസ്റ്റിക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? ബിക്കോസ് ഇംഗ്ലീഷ് നമ്മളൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം, പുറത്തേക്ക് മീൻസ് ഫോറിൻ കൺട്രീസ് യൂസ് ചെയ്യാൻ നമുക്ക് ആവശ്യമാണ് ഇംഗ്ലീഷ്. അതേപോലെ തന്നെ നമ്മൾ ലൈക്ക് നമ്മുടെ സ്റ്റേറ്റ്സിന്റെ പുറത്ത് പോവാം, കേരളത്തിൽ നിന്ന് പുറത്തു പോവാണ്, ലൈക്ക് സെൻട്രൽ ടു നോർത്തേൺ ഇന്ത്യ പോവാണെങ്കിൽ നമുക്ക് ഹിന്ദി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? കാരണം അവിടെ റൂറൽ പോപ്പുലേഷൻ ആണ് കൂടുതലും.
and അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. പറഞ്ഞ ശരിയാ. നോർത്ത് ഇന്ത്യയിൽ ഞാൻ പോയ ടൈമിലൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അവർ ഇംഗ്ലീഷിനെയും കാട്ടിയും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായത് ഈ ഹിന്ദി ആയിരുന്നു. അതെ, ഇതിനൊരു സുപ്രീമസി എന്ന രീതിയിൽ കാണണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ എക്സ്ട്രാ ഒരു ലാംഗ്വേജ് പഠിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ എന്താ പറയാ, കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഒക്കെ പഠിക്കൂലേ, C++, ജാവ, പൈത്തൺ. നമ്മൾ പുതിയ ലാംഗ്വേജ് പഠിക്കുന്നു, അതേപോലെ അത്രേ ഉള്ളൂ. ഇത് എന്താണ് സുബിൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഹിന്ദി ഒരു ലിങ്ക് ലാംഗ്വേജ് അല്ലെങ്കിൽ ലിംഗ്വ ഫ്രാങ്ക എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ പലരും പറയാറുണ്ട്. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഐഡിയ വളരെ മോശമാണ്. അതായത് വളരെ മോശമാണെന്ന് പറഞ്ഞാൽ ഐ ഡു നോട്ട് സപ്പോർട്ട് ദാറ്റ് കോസ്. ഈ ഹിന്ദി ലിങ്ക് ലാംഗ്വേജ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർക്ക് ഇതിനകത്തൊരു അൺഡ്യൂ അഡ്വാൻറ്റേജ് കിട്ടും, പർട്ടിക്കുലർലി നോർത്ത് ഇന്ത്യൻസ് ഫ്രം ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സ്. ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സ് ഉള്ളവർക്ക് ഇതൊരു അൺഡ്യൂ അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിൽക്കുന്നത്, ഒരു എക്സാമിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ എക്സാമിനിൽ നമ്മുടെ ഒരു മദർ ലാംഗ്വേജിൽ നമുക്കത് എഴുതാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഫോർ സമ്മൺ കമ്മിങ് ഫ്രം, അത് ആരുടെ മുകളിലാണ് നമ്മൾ അഡ്വാൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മുടെ മദർ ലാംഗ്വേജ് അല്ലാത്ത വേറൊരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക്. അപ്പോൾ അത് ഒബ്വിയസ്ലി ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൂടാതെ 1962 CN അണ്ണാദുരൈ രാജ്യസഭയിൽ പറഞ്ഞ ഒരു വാക്ക്, ഞാൻ ഒരു കൊട്ടേഷൻ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഇമ്പോസിങ് ഹിന്ദി വിൽ മേക്ക് സൗത്ത് ഇന്ത്യൻസ് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ഓഫ് ദിസ് കൺട്രി. നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തിൽ തന്നെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇൻഹറന്റ് ആയിട്ടുള്ള കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ ഒരു മെഷർ ഈ ഡിസഡ്വാൻറ്റേജസ് കൂട്ടുകയാണ് സൗത്ത് ഇന്ത്യൻസിന്. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിനോട് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് UK ആധിപത്യത്തിൽ പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയോ അല്ലാണ്ടല്ല നമ്മൾ ഫോർ ദ കിങ് ആൻഡ് കൺട്രി എന്നുള്ള ഒരു ഐഡിയയിലല്ല നമ്മൾ ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഈസ് എ ബെറ്റർ ചോയ്സ്. ഇംഗ്ലീഷ് ഗീവ്സ് us ബെറ്റർ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. ഈവൻ ഇന്ത്യയുടെ തന്നെ ഇപ്പോൾ നമ്മുടെ മെയിൻ സർവീസ് ഇൻഡസ്ട്രിയുടെ മെയിൻ ജോബ് ഗിവർ ആണ് ഈ പറയുന്ന IT ഇൻഡസ്ട്രി. IT ഇൻഡസ്ട്രിയുടെ ബേസിസ് തന്നെ ഇന്ത്യയുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി കാരണമാണ്. ശരിയാണ്. നമ്മളിപ്പോ അവിടെ പോയിട്ടുണ്ടെങ്കിലും ഏത് ഇന്റർവ്യൂ എടുക്കുന്നുണ്ടെങ്കിലും അതെ, നമ്മൾ എത്ര പെർഫോം ചെയ്യുന്നു. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ലാംഗ്വേജിന്റെ കേസ് നമ്മൾ പറഞ്ഞു, നമുക്ക് ഓക്കെ, എനിക്ക് എനിക്ക് ഭയങ്കര കാര്യങ്ങൾ അറിയാം, എനിക്ക് ഭയങ്കര ഐഡിയാസ് ഉണ്ട്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ കാര്യമില്ല. അപ്പൊ അതില് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പൊ ചെയ്തൊരു നല്ലൊരു സ്റ്റെപ്പ് എന്ന് എനിക്ക് തോന്നുന്നത് NEP 2020 നമുക്ക് നമ്മുടെ 2 ലാംഗ്വേജ് ഫോമുല മാറ്റി 3 ലാംഗ്വേജ് ഫോമുല ആക്കി. സോ 2 ലാംഗ്വേജ് ഫോമുലയിൽ എന്തായിരുന്നു, നമ്മൾ 2 ലാംഗ്വേജ് പഠിക്കും. ഫസ്റ്റ് വൺ ഇസ് ഇംഗ്ലീഷ്, സെക്കൻഡ് വൺ ഇസ് എനി ലാംഗ്വേജ് ദാറ്റ് വി ലൈക്ക്. ഇത് 3 ലാംഗ്വേജ് പോളിസി ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് പഠിക്കും, അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ് പഠിക്കും. സെക്കൻഡ് വൺ നമ്മളൊരു ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കും. ഓക്കെ, അത് ഹിന്ദി ആവണം എന്ന് പറയുന്നില്ല, ഹിന്ദി ആവണം എന്ന് ഇമ്പോസ് ചെയ്യുന്നില്ല, നോട്ട് പോയിന്റ്, ജസ്റ്റ് ഒരു അതെ. അപ്പം ഹിന്ദി ആവാം. ഓക്കെ, ആൻഡ് തേർഡ് നമ്മളൊരു ഗ്ലോബൽ ലാംഗ്വേജ് പഠിക്കും. സോ ഇതിനെ നമ്മളൊരു എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവ് ആയിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തായാലും നമ്മുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യും. തീർച്ചയായും ഇത് നമ്മുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യും. സോ അതിനെ അങ്ങനെ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് അതിലൂടെ അവിടെ എനിക്കൊരു ചെറിയ സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി അവിടെ വരുന്നുണ്ട്. ഒരു ഐഡിയ ആണോ എന്നുള്ളത്. പിന്നെ ഹിന്ദി ഈസ് എ ന്യൂ ലാംഗ്വേജ്. ഹിന്ദി കമലഹാസൻ തന്നെ പറയുന്നുണ്ട്, ഹിന്ദി ഈസ് എ ഡയപ്പർ ബേബി കമ്പയർഡ് ടു തമിഴ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ലാംഗ്വേജിനെ നമ്മുടെ ഇടയിലേക്ക് ഇമ്പോസ് ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. ആസ് ഓഫ് നൗ ഹിന്ദി എന്ന് പറയുന്നത് ഒരു നാഷണൽ ലാംഗ്വേജ് ആയിട്ട് കണക്കിലെടുത്തിട്ടില്ല. അതിപ്പോഴും ഒരു ഒഫീഷ്യൽ ലാംഗ്വേജിലാണ് ഉള്ളത്. നമ്മളെ 2 ഫാക്കൽറ്റിമാർ നമുക്ക് ആ പോയിന്റ് ഓഫ് വ്യൂ ക്ലിയർ ചെയ്ത് തന്നു. ഹിന്ദി ഈസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ആൻഡ് നോട്ട് എ നാഷണൽ ലാംഗ്വേജ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിനായിട്ട് കാത്തിരിക്കുക. താങ്ക് യു. Come and join iLearn IAS and feel the difference.